ഹലോ ബാലേട്ടാ, പെട്ടെന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റട്ടെ. ബാലേട്ടനെ മിസ് ചെയ്യുന്നു, എല്ലാരും മിസ് ചെയ്യുന്നു സാന്ത്വനത്തിലെ. നമുക്ക് ചിരിക്കാനേ സമയം ഉണ്ടാവും. ചിപ്പി ചേച്ചിയാണ് ഇതിന്റെ കൂടെ കൂടി ചിപ്പി ചേച്ചി അങ്ങനെയായി. എന്റെ കല്യാണം കഴിഞ്ഞ 5-ാമത്തെ 6-ാമത്തെ ദിവസം ഞാൻ ഷൂട്ടിന് കയറിയ ഒരാളാണ്. ഹണിമൂണൊന്നും പോകാനേ പറ്റിയില്ല. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ആനിവേഴ്സറിന്റെ ടൈമിലാണ് ഞങ്ങള് ഹണിമൂണിന്റെ പേരിൽ മാൽഡീവ്സിൽ പോയത്. കല്യാണത്തിന് മുമ്പ് എനിക്ക് എന്തായാലും എൻ്റെ മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു. എല്ലാവരും എന്നെ തിരിച്ചറിഞ്ഞിട്ടേ, എൻ്റെ നാട്ടിലെ ആൾക്കാരോ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ലൈവായിട്ട് ചെയ്യാറുണ്ട്. അല്ലാണ്ട് ഞാൻ മദ്രാസിലാണല്ലോ അധികം. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ എന്ത് പറഞ്ഞാലും കല്യാണം കഴിക്കത്തില്ല. അപ്പൊന്നു സ്റ്റാർട്ടിങ് സാന്ത്വനയ്ക്ക് വിളിച്ചപ്പോൾ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. ഒന്നാമത്തെ എന്താണെന്നറിയില്ല എന്തുകൊണ്ടാണ് ഞാൻ അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓക്കെ പറയാനൊക്കെ ഞാൻ മടിച്ചിരുന്നു. അപ്പം ഇത് വന്നപ്പം ഒരു 2 ദിവസം കഴിഞ്ഞ് നിങ്ങൾ കയറണം എന്നുള്ള രീതിയിലൊക്കെ വർക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട്, നല്ലതാണൊക്കെ. അപ്പം നമ്മൾ ടീമൊക്കെ അന്വേഷിക്കുമ്പോൾ നല്ല ടീം, വലിയ സൂപ്പർ ടീമാണല്ലോ. എൻ്റെ ഏട്ടനും അച്ഛനും അമ്മ എല്ലാവരും നിർബന്ധിച്ചുകൊണ്ടിരിക്കുക ചെയ്യണമെന്ന്. ശ്യാമേട്ട ഓക്കെ പറയാം, 6 മണിയാകുമ്പോഴത്തേക്ക് എന്തോ പൂജ എന്തോ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം തന്നെ ഞാൻ ഓക്കെ പറഞ്ഞു വിളിച്ചു. ഹായ്, ഹലോ, വെൽക്കം. നമ്മുടെ കൂടെ ഇന്നുള്ളത് സാന്ത്വനം എന്ന സീരിയലിലൂടെ മലയാളി മനസ്സ് കവർന്ന, ഇപ്പോൾ ജാനകിയുടെയും അബിയുടെയും വീട്ടിലൂടെ നമ്മുടെ മലയാളി മനസ്സ് കവർന്നുകൊണ്ടിരിക്കുന്ന നടി രക്ഷ. വെൽക്കം രക്ഷ. ഹായ്, ഹലോ. സാന്ത്വനം എന്ന സീരിയലില് ഭയങ്കര പക്വത ഇല്ലാത്ത, കുട്ടിക്കളി നിറഞ്ഞൊരു ഭാര്യയാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റിയത്. അവിടെ നിന്ന് ജാനകിയുടെയും അബിയുടെയും വീട്ടിലെത്തുമ്പോ ഭയങ്കര പക്വതയുള്ള ഒരു ഫാമിലി തന്റെ ഷോൾഡറിൽ വെച്ച് കൊണ്ട് നടക്കുന്ന ഒരു നായികയാണ്. അതിലേക്കുള്ള ഒരു മാറ്റം എങ്ങനെ രക്ഷ കാണുന്നു? എനിക്ക് സ്വതവേ ഓരോന്ന് ട്രൈ ചെയ്യാൻ ഇഷ്ടമാണ്. ഇപ്പം മുമ്പത്തെ വർക്കിലെ ക്യാരക്ടറിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, അതൊന്ന് ട്രൈ ചെയ്യാം. കാരണം എത്രത്തോളം ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാലും മാക്സിമം ഒന്ന് ചേഞ്ച് കൊണ്ടുവരണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അടുപ്പിച്ച് നമ്മൾ നെക്സ്റ്റ് അടുത്തായിട്ട് ഒരേ ക്യാരക്ടർ, സെയിം ക്യാരക്ടർ തന്നെ ചെയ്യരുത്, ആ ഒരു വ്യത്യസ്തത കൊണ്ടുവരണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതുപോലെ കിട്ടി. നമുക്കൊരു ഇതൊക്കെ പഠിക്കുക എന്നൊക്കെ പറയില്ലേ, നമ്മൾ ഓരോരോ വർക്കിലാണല്ലോ നമ്മൾ ഓരോ ക്യാരക്ടർ ചെയ്തിട്ട് പഠിക്കുക. അതുപോലെ ഒരു ചേഞ്ച് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. അതുപോലെ ഒരു ചേഞ്ച് കിട്ടി. ചില ആൾക്കാർ ഇത് കണ്ടിട്ട് ചോദിക്കുന്നതും കമന്റ്സ് വരുന്നുണ്ട്, ദേവിയെടുത്തി കൊടുത്തത് കൊണ്ടായിരിക്കും തിരിച്ചടി ഈ ഒരു ക്യാരക്ടറായിട്ട് വന്നത്, ദേവിയെടുത്തി പോലത്തെ ഒരു ക്യാരക്ടർ വന്നതെന്നൊക്കെ. അപ്പൊ രസമുണ്ട്, അത് വായിക്കുമ്പോൾ രസമുണ്ട്. പക്ഷെ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ഇത്രയും ഒരു 6 എപ്പിസോഡാണ് സാന്ത്വനം പോയിട്ടുള്ളത്. അപ്പൊ ഒരു 3.5 വർഷം ഇതേ ഒരു ക്യാരക്ടറിൽ നമ്മൾ ഇങ്ങനെ ചെയ്തിട്ട്, അതിലാണെങ്കിൽ കോമഡി ഉണ്ടായിരുന്നു, സീരിയസ് ഉണ്ടായിരുന്നു, എല്ലാ ഇമോഷൻസും ഉണ്ടായിരുന്നു ആ ക്യാരക്ടറിന്. കുശുമ്പ്, കുട്ടിത്തം എല്ലാം ഉണ്ടായിരുന്ന ഒരു ക്യാരക്ടറാണ് അപ്പു എന്ന് പറഞ്ഞ ക്യാരക്ടർ. അതിൽ നിന്ന് അതൊന്നും നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, നല്ല ചേഞ്ചുള്ള ഒരു ക്യാരക്ടറിലേക്ക് ജാനകിയിലേക്ക് മാറി. അപ്പൊ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ചെയ്തൊരിക്കും. ഇത് കഴിഞ്ഞ ഉടനെ തന്നെയാണല്ലോ ഈ ഒരു പ്രൊജക്ട് വരുന്നത്. അപ്പൊ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, അത് കയറി വരുമോ എന്നുള്ള ടെൻഷനൊക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ ഇടയ്ക്ക് ചെയ്യുമ്പോൾ ചോദിക്കും, സാർ പറയണം. ഞാൻ ആ ഒരു മൈൻഡ് ഇപ്പോഴും വിട്ടിട്ടില്ല. ആ ഒരു ക്യാരക്ടറിന്റെ ആ ഒരു ഫീല് ഇപ്പോഴും കിടക്കുന്നുണ്ടല്ലോ. അതിലേക്ക് വരുന്നതിന് മുമ്പ് എപ്പോഴും ഞാൻ ഇത് ചെയ്യുന്നതിന് മുമ്പേ മനസ്സിൽ ഇങ്ങനെ ഒരു ഇഷ്ടം വരരുത്. അപ്പൊ ചോദിക്കുമ്പോ ഓക്കെ കുഴപ്പമില്ല, മീൻസ് അത് വരുന്നില്ല എന്നുള്ള രീതിയിലാണ് പറയാറ്. അപ്പൊ ആ ഒരു സമാധാനം. അറിയില്ല എങ്ങനെ വരും. ഈ ജാനകിയുടെയും അബിയുടെയും വീട് ശരിക്കും ഒരു ഹിന്ദി സീരിയൽ ആയിരുന്നു ഇത്. അതിന്റെ ഒരു റീമേക്ക് ആണ്. അത് കണ്ടിട്ടുണ്ടോ ആ സീരിയൽ? സംഭവം ഒരു കഥ നമ്മൾ ഇത് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഹിന്ദിയുടെ റീമേക്ക് ആണ്, കുറച്ച് വർഷം മുമ്പേ എടുത്ത് നന്നായി പോയ ഒരു സീരിയലിൻ്റെതാണെന്ന് പറഞ്ഞപ്പോ നമ്മൾ കുറച്ച് ഭാഗം കണ്ടു. പക്ഷെ കണ്ടപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടില്ല. കാരണം അത് കുറെ വർഷങ്ങൾക്ക് മുമ്പേ പോയതാണ്. അപ്പം ഒരു ഓക്കെ കണ്ടു, പക്ഷെ ഡീറ്റെയിൽ ആയിട്ട് കണ്ടിട്ടൊന്നുമില്ല. ക്യാരക്ടർ ഇങ്ങനെയൊന്ന് ഡീറ്റെയിൽ ആയി പറഞ്ഞിരുന്നു. പിന്നെ നമ്മളെടുത്ത് ഒരു ഇതിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു മലയാളത്തിൽ ഇപ്പം കുറച്ച് ചേഞ്ച് വരുമല്ലോ. സ്റ്റാർട്ടിങ് ആയതുകൊണ്ടുള്ളത് അതേപോലെ കുറച്ച് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും ചെറിയ മാറ്റങ്ങൾ ഇനി അങ്ങോട്ട് വരും എന്തായാലും. കാരണം മലയാളി പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാവണല്ലോ. കാരണം അത് സെയിം അതുപോലെ തന്നെ പോലെ എങ്ങനെ എടുക്കും അറിയത്തില്ലല്ലോ. പക്ഷെ നല്ല സീരിയലായിരുന്നു ഹിന്ദിയിൽ. പിന്നെ ഈ ഒരു ക്യാരക്ടറിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകാൻ പറ്റിയില്ല. കാരണം സ്റ്റാർട്ടിങ് വേറൊരു സംഭവമായിരുന്നു, എൻ്റെ അടുത്ത് കഥ പറഞ്ഞു, ഞാൻ കേട്ടത് വേറെ ആയിരുന്നു, കല്യാണത്തിന് മുമ്പുള്ള സംഭവമായിരുന്നു. പിന്നെയാണ് അത് ചേഞ്ച് ചെയ്തത്, പെട്ടെന്ന് മാറ്റി കഥ ചേഞ്ച് ചെയ്ത് ആഫ്റ്റർ മാരേജിന് ശേഷമുള്ളത്. അപ്പം പെട്ടെന്ന് മാറി. പക്ഷെ അതിനു മുമ്പേ ഞാൻ വേറെ കഥയായിട്ട് മനസ്സിൽ അത് ഫിക്സ് ചെയ്തിരിക്കുകയായിരുന്നു. പിന്നെ അത് ചേഞ്ച് വന്നു, കഥയില് മാറ്റം വന്നു, കല്യാണത്തിന് ശേഷമുള്ള ആവാന്നുള്ള രീതിയിൽ. ജാനകിയുടെ സ്വന്തം അബി, നമ്മുടെ യുവകൃഷ്ണ, എങ്ങനെയുണ്ട് യുവകൃഷ്ണനോട് ഒപ്പമുള്ള ആ അഭിനയ മുഹൂർത്തങ്ങളൊക്കെ?
നന്നായിട്ടുണ്ട്. കാരണം നമ്മളാകെ നമുക്ക് രണ്ടുപേർക്കും കുറെ ചെയ്യാൻ മാത്രം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ഇനി അങ്ങോട്ടാണ് വരുന്നത്. ഇപ്പൊ വന്നിട്ട് ആകെ കുറച്ച് സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ അതിൽ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ് ആളുടെ ക്യാരക്ടർ അഭിറാം. യെസ്. ജാനകി എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന ഒരു നല്ല ജാനകിയെ നമ്മള് പുറത്ത് നമ്മളിങ്ങനെ റിയാലിറ്റി എങ്ങനെ വരും എന്നറിയില്ല. റിയാലിറ്റി ആയിട്ടുള്ള ലൈഫിൽ നമ്മൾ വിചാരിക്കും ഭർത്താവ് നമ്മളെ എല്ലാം ഇപ്പം ജാനകി ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ഇതിൽ തന്നെ പോകുന്നത് ഈ ഒരു ക്യാരക്ടറിൽ. നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാം കറക്റ്റ് ആവണമെന്നില്ലല്ലോ. അപ്പം അത് എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹസ്ബൻഡ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാരും ആഗ്രഹിക്കുന്നതാണല്ലോ, നമ്മളെ മനസ്സിലാക്കുന്ന ഒരു ഹസ്ബൻഡ്. അപ്പൊ അങ്ങനത്തെ ഒരാള് ആണ് അഭിറാം. പൊന്നൂസ് മോള് എങ്ങനെയുണ്ട്? പൊന്നൂസിന്റെ സെറ്റിലെ ആ ഒരു എക്സ്പീരിയൻസ്, മോളായിട്ട് അഭിനയിക്കുക, മോളുടെ അമ്മയാണ്, അമ്മയും മോളും തമ്മിലുള്ള ആ രസകരമായ മുഹൂർത്തങ്ങൾ അതെങ്ങനെയുണ്ട്? മോളെന്ന് പറയുന്നത് നല്ല എന്താ പറയാ, നമുക്ക് പൊന്നൂന് കിട്ടിയത് നല്ല ഭാഗ്യമായിട്ട് തോന്നുന്നു. കാരണം നല്ല മോള് നന്നായിട്ട് അഭിനയിക്കും. നമ്മൾ എന്ത് പറഞ്ഞു കൊടുത്താലും അവൾ അത് കറക്റ്റായിട്ട് ചെയ്യും. അപ്പം ഞാൻ ഇടയ്ക്ക് ശ്രദ്ധിക്കുകയാണ്, ചിലപ്പം പെട്ടെന്ന് തന്നെ ടേക്കിൽ ഓക്കെ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഒരു കുട്ടീനെ കൊണ്ട് നമ്മൾ ചെറിയ മക്കളാവുമ്പോൾ അവരുടെ കളിയും ചിരിയൊക്കെ ആയിട്ട് ചിലപ്പോൾ അത് ടൈമിൽ നമുക്ക് കിട്ടണമെന്നില്ല. പക്ഷെ ഇവളാണെങ്കിൽ ആ ഒരു ക്യാരക്ടർ മനസ്സിലാക്കിയിട്ട് പറഞ്ഞു കൊടുത്താൽ അത് നന്നായിട്ട് ചെയ്യും. അതേപോലെ ചിലപ്പം ചില ആൾക്കാർ പറഞ്ഞു കൊടുത്ത പോലെ തന്നെ ആയിരിക്കും ചെയ്യുക, പക്ഷെ ഇവൾ അതല്ല, അതിന്റെ അപ്പുറത്തേക്ക് ഇവള് എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിൽ അതിൽ തന്നെ ഫുള്ള് ഒഴുകിയിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. നമ്മളൊരു സീനിൽ അവള് ക്യാമറ ഇവിടെ ഉണ്ട് എന്നുള്ളൊരു കോൺഷ്യസ് ആവാറില്ല. അപ്പൊ ചില കുട്ടികൾ അങ്ങോട്ട് നോക്കി പോവും, അതൊന്നും നോക്കത്തില്ല. അവൾ അത് പരിസരം മറന്ന് ആ ഒരു ഇതൊരു സെറ്റ് അല്ല, ഇതൊരു ഫാമിലി എന്തോ നടക്കുന്ന രീതിയിലാണ് അങ്ങനെ ഇത്രയും 5 വയസ്സായിട്ടുള്ള ആൾക്ക്. അപ്പൊ ആ ഒരു മോൾക്ക് അങ്ങനെ ഒരു ചെയ്യാൻ പറ്റുന്ന അവളെ ഒരു കഴിവ് തന്നെയാണ്. നല്ലൊരു ആർട്ടിസ്റ്റ് ആവും ഫ്യൂച്ചറിൽ. പിന്നെ ഷൂട്ടുള്ള ഒരു ദിവസം എങ്ങനെയായിരിക്കും ലൈഫ് പോകുന്നത്? ഇപ്പൊ ബിസി ഷെഡ്യൂൾ ആയിരിക്കുമല്ലോ, രാവിലെ എഴുന്നേക്കുന്നു, ലൊക്കേഷനിൽ വരുന്നു, മേക്കപ്പ് ചെയ്യുന്നു, സാരി ഉടുക്കുന്നു, പിന്നെ അഭിനയം, അങ്ങനെ എങ്ങനെയാണ് ഒരു ദിവസം ഷൂട്ടുള്ള ഒരു ദിവസം പോകുന്നത്? ഷൂട്ടുള്ള ഒരു ദിവസം പോകുന്നത് അത് വലിയ സംഭവം തന്നെയാണ്. കാരണം ഞങ്ങൾക്ക് ഷെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ഒരു 5 മണിക്കൂർ 6 മണിക്കൂർ ഉറക്കേ കിട്ടും. കാരണം രാവിലെ 6 മണിക്ക് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ 9:30 വരെ ഷൂട്ടാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് അവിടെ എത്തി ഫുഡ് എല്ലാം ഇതൊക്കെ കഴിഞ്ഞ് ഉറങ്ങുമ്പോഴത്തേക്ക് തന്നെ ടൈം ആവും. അപ്പൊ കുറച്ച് ഉറക്കം മാത്രം, ഉറക്കം ഒരുവിധം കറക്റ്റ് ഉറക്കം കിട്ടാറില്ല. പിന്നെ സെറ്റിൽ വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പം ഈ ഒരു സെറ്റ് എന്ന് പറയുന്നത് വരെ കുറച്ച് ഇപ്പൊ 2-3 മാസമായി, എന്നാലും നമ്മളെല്ലാവരും ഒരു ഫാമിലി പോലെയാണ്. ഈ ഫ്രീ ടൈമിൽ ഇച്ചിരി ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പരസ്പരം സംസാരിച്ച് നമ്മളെ ചിരിയും തമാശയൊക്കെ ആയതുകൊണ്ട് ഭയങ്കര സ്ട്രെസ് ഫീൽ ചെയ്യുന്നില്ല. ഹാപ്പി പോകുന്നു, എല്ലാരും ഹാപ്പി. അതെ അതെ, നമ്മളെല്ലാരും പറയെങ്കിലും എനിക്ക് ദൈവത്തിനോടൊരു എന്താ പറയാ താങ്ക്സ് പറയേണ്ടത് വെച്ചാൽ ഞാൻ മുമ്പ് ചെയ്ത വർക്കാണ് എനിക്ക് സെയിം ഫാമിലി അത് തന്നെയായിരുന്നു. അപ്പൊ ചില ആൾക്കാർ പറയുന്നത് കേൾക്കാം, നമ്മളിതൊക്കെ പറയുമ്പോൾ ചിലത് ഇത് ചുമ്മാ പറയായിരിക്കും, എല്ലാ സെറ്റപ്പ് ഇങ്ങനെ ഫാമിലി പോലെ എന്നല്ല. എനിക്ക് അതുകൊണ്ടൊരു ബ്ലെസ്ഡ് ആയിട്ടുള്ള എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, ഞാൻ കഴിഞ്ഞ വർക്ക് ചെയ്താലും അത് സാന്ത്വനത്തിലായാലും എനിക്കൊരു ഫാമിലി ഫീൽ ആയിരുന്നു. ബ്രേക്ക് സമയത്ത് കളിയും ചിരിയും തമാശയും ഒക്കെ ആയിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് ഷൂട്ടിന് പോകാന്നുള്ളത് ആക്ഷൻ പറയുമ്പോൾ ഷൂട്ട് മനസ്സിലാവും. അങ്ങനത്തെ ഒരു സെറ്റ് കിട്ടി. ഇതിപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഇതുവരെ ഞാൻ ഹാപ്പിയാണ്. എനിക്ക് അറിയത്തില്ല, ഇതുവരെ ഹാപ്പിയാണ്. സാന്ത്വനത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കാം, ശരിക്കും നിങ്ങളുടെ സീരിയലിലെ എപ്പിസോഡിനെക്കാളും വൈറലാകുന്നത് നിങ്ങളുടെ ലൊക്കേഷനിലെ കുറെ രസകരമായിട്ടുള്ള മൊമെന്റ് ആണ്. ഇപ്പൊ ലാസ്റ്റ് ബൈ പറഞ്ഞ് പിരിയാൻ നേരത്ത് ഹരി എനിക്ക് ലാസ്റ്റ് ആയിട്ട് തന്നത് ഇതാണ് ഒരു ചോക്ലേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊരു രസകരമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അങ്ങനെ ഒരുപാട് വീഡിയോസ് വൈറലായിരുന്നു. എങ്ങനെയുണ്ട് ചിപ്പി ചേച്ചിയും അതുപോലെ തന്നെ ഗോപികയും അവരായിട്ടുള്ള ആ ഒരു രാജീവേട്ടനാണെങ്കിലും അവരെ കൂടിയുള്ള ആ ഒരു നിങ്ങള് ഷൂട്ടിന്റെ ആ ഒരു സീരിയൽ കാണുന്ന പോലെയല്ല, കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ രാജീവേട്ടൻ ബാലേട്ടനാണെങ്കിൽ ഭയങ്കര കുസൃതിയായിട്ടാണ്. നമ്മളിങ്ങനെ എന്തെങ്കിലും കുസൃതി കാണിച്ചുകൊണ്ടിരിക്കും, ചിരിപ്പിക്കും, ഇറിറ്റേറ്റ് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെ എല്ലാവരും ഹരി ആയാലും എല്ലാ ആൾക്കാരും അങ്ങനത്തെ ഒരു സീരിയസ് ആയിട്ട് നിൽക്കുന്ന ആർട്ടിസ്റ്റേ അല്ല. അവരിങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ട് ഓക്കെ അഭിനയിക്കുക വന്ന് പോകുന്നല്ല, നമുക്ക് ചിരിക്കാനേ സമയം ഉണ്ടാവും. ചിപ്പി ചേച്ചിയാണ് ഇതിന്റെ കൂടി ചിപ്പി ചേച്ചിയും അങ്ങനെയായി ഒരു ചേച്ചിയുടെ ഒരു ഇതാണ് നമുക്ക്. കേക്ക് ഒക്കെ ബേക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഞങ്ങളെ പ്രൊഡ്യൂസർ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഫുഡൊക്കെ തരും. ചേച്ചി എനിക്ക് ഇടയ്ക്ക് ഞാൻ ഫുഡ് എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇടയ്ക്ക് ഫുഡൊക്കെ ഓർഡർ ചെയ്യാറുണ്ട് ചേച്ചി. ഞങ്ങൾ രണ്ടുപേരും ഇടയ്ക്ക് ഇങ്ങനെ പൊറോട്ട ബിരിയാണി എന്നൊക്കെ പറഞ്ഞ് ചേച്ചി എപ്പോഴും കഴിക്കുന്നത് ലൈറ്റ് ഫുഡ് കുറച്ചേ കഴിക്കും ഫുഡൊക്കെ പ്രൊഡക്ഷന്. പക്ഷെ ഇടയ്ക്ക് ചേച്ചി എന്ത് ചെയ്യും,
ഇടയ്ക്ക് ഓർഡർ ചെയ്യും. അപ്പം ഞാനും ചേച്ചി കൂടിയാണ് കമ്പനി അടിച്ച് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കും. കാരണം ഗോപികാണെങ്കിൽ നോൺ വെജ് കഴിക്കത്തില്ല, വെജാണ്. അപ്പൊ പിന്നെ അവളെ വിളിച്ചിട്ട് കാര്യമില്ലല്ലോ. അതൊരു ഭാഗ്യമായിരുന്നു. അതെന്റെ ഒരു ഭാഗ്യം. എനിക്ക് നല്ല ഓർമ്മകൾ ചേച്ചിയുടെ വെബ് സീരീസിന്റെ ഷൂട്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ഫിലിമിന്റെ പ്രൊഡക്ഷൻ ഫുഡും ആയിരിക്കും. അപ്പം ചേച്ചി ഇങ്ങനെ പറയും ഇങ്ങനത്തെ ഫുഡ്. അപ്പം ഞാൻ മുമ്പേ സിനിമ ചെയ്ത സമയത്ത് തമിഴിലൊക്കെ കുറച്ച് നാളെ എനിക്ക് മിസ് ചെയ്ത സംഭവം ഫുഡ് കുറേ സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പം ചേച്ചി ഒരു ദിവസം എനിക്ക് അത് അവിടുത്തെ ഒരു സ്പെഷ്യൽ ബീഫ് റോസ്റ്റ് ഒക്കെ ഇവിടെ തന്നു. എന്നോട് പറഞ്ഞു ലേറ്റ് ആയി, അന്ന് ഉച്ചയ്ക്ക് ശേഷം ചേച്ചി വന്നത്. അപ്പൊ ലേറ്റ് ആയി, അപ്പൊ ഇത് കൊണ്ടുവരണമെന്ന് ചോദിച്ചു. ചേച്ചി എത്ര ലേറ്റ് ആയാലും വേണ്ടില്ല, ചേച്ചി കൊണ്ടുപോകുന്നു പറഞ്ഞു. ഞാൻ കഴിച്ചോളാം പറഞ്ഞു. ഞാൻ ഭയങ്കര ഫുഡിയാ, ഞാൻ ഇങ്ങനെ ഒന്നും അല്ല കേട്ടോ. എനിക്ക് ഇങ്ങനെ ഡയറ്റിങ് നോക്കുക, മറ്റേ കറക്റ്റ് ഫുഡ് ഒന്നും അങ്ങനെ നോക്കുന്നറിയില്ല. ഞാൻ അങ്ങനെ പറയും എല്ലാവരും അടുത്തും, ഇനി നാളെ മുതൽ ഞാൻ ഇങ്ങനെ ഡയറ്റ് ഒക്കെ നോക്കി ഇങ്ങനെ പോവും എങ്ങനെയാന്നൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ടൊക്കെ പറയും. പക്ഷെ ഫുഡ് കണ്ടാൽ എനിക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ഞാൻ ഒന്നും നോക്കില്ല, ഞാൻ വയറ് നിറയുന്നവരെ ഞാൻ കഴിച്ചോണ്ടിരിക്കും. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഈ ഷൂട്ടിംഗ് തിരക്കായതുകൊണ്ട് ഉറക്കം കുറവാന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ഡയറ്റ് നോക്കാറില്ല, ഇഷ്ടമുള്ള ഫുഡ് മനസ്സറിഞ്ഞ് കഴിക്കും. പിന്നെ എങ്ങനെയാ ഈ സൗന്ദര്യം നിലനിർത്തിക്കൊണ്ടുപോകുന്നത്? എന്താണ് ഈ സീക്രട്ട്? ഇതെന്നെ കളിയാക്കിയതല്ല കേട്ടോ, കാര്യത്തിൽ പറഞ്ഞതാ. എനിക്ക് തോന്നുന്നു സീരിയലിൽ കാണുന്നതിലും നേരിട്ട് കാണാൻ ഭയങ്കര ഭംഗിയാ. നിലനിർത്തുന്നു ഈ അതല്ല, സീരിയൽ കാണുമ്പോ എല്ലാവരും പറയും ഭയങ്കര തടി ഉണ്ട്, നേരിട്ട് കാണുമ്പോ എന്താ എത്ര തടിയൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കും. അത് ഫ്രെയിമിൽ അങ്ങനെയാണ്. ഇപ്പൊ ചേച്ചി ചിപ്പി ചേച്ചി ഇവരെല്ലാരും ഫ്രെയിമിൽ അല്ലാതെ കാണുമ്പോ കുറച്ചുകൂടെ മെലിഞ്ഞിട്ടാണ്. ഇതിൽ വരുന്ന സമയത്ത് നല്ല വണ്ണം തോന്നുന്നത്. ചില ഇതിൽ കാണുമ്പോ എന്റെ ലുക്കും ചേഞ്ച് വരാറുണ്ട്. സെയിം അതുപോലെ ആയിരിക്കില്ല, പുറത്ത് ഓരോ ഡ്രസ്സ് ഓരോ ഹെയർ സ്റ്റൈൽ വേറെ ലുക്ക് പോലെ ഫീൽ ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ മാസ്ക് ഇട്ടിട്ടാ പോകുമ്പോ ചില ആൾക്കാർക്ക് പെട്ടെന്ന് ദൂരെ നിന്ന് മനസ്സിലാകത്തില്ലേ. എന്റെ ഹസ്ബൻഡിനെയാണ് പെട്ടെന്ന് മനസ്സിലാകും. അപ്പൊ ഇവിടെ അപ്പു എവിടെ ഉണ്ടല്ലോ അങ്ങനെയൊക്കെയാണ്. അപ്പം അത് മാസ്ക് ഒക്കെ എടുത്താലേ മനസ്സിലാവും. കാരണം അത് ലുക്കിലൊരു ചേഞ്ച് വരുത്താറുണ്ട്, ഹെയർ സ്റ്റൈലിലൊക്കെ. അത് ചിലപ്പം നല്ലത് കാര്യമായിട്ട് തോന്നാറുണ്ട്. പിന്നെ ഫുഡിന്റെ കാര്യം ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒന്നല്ല സത്യം പറയുകയാണെങ്കിൽ. ഇനി എങ്ങനെ ശ്രദ്ധിക്കണം എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട്. ഒന്നാമത്തെ നിമിത്തം ഇവിടെ ടൈറ്റ് ഷെഡ്യൂളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ഫുഡ് കഴിച്ചാലും നമ്മളിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണ്ട, അതായിരിക്കാം. അല്ലെങ്കിൽ എന്താ സന്തോഷം, വേറെ ഒന്നല്ല, വേറെ ഒന്നും ചെയ്യുന്നില്ല, ആകെ ഇപ്പൊ സന്തോഷമായിട്ട് ഇരിക്കുന്നുണ്ട്. ഈ സെറ്റിലാണ് ഒരുപാട് പേരുണ്ട്. ജാനകിയുടെ അബിയുടെ വീട്ടില് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ കഴിഞ്ഞതുപോലെ തന്നെ. അപ്പം ഇങ്ങനെ ഫുള്ളും എപ്പോഴും ഇങ്ങനെ നമ്മൾ എൻഗേജ്ഡ് ആയിരിക്കും. അതെ അതെ, ചിരിച്ച് തമാശയൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പുറത്ത് പോവാറുണ്ട്. നൈറ്റ് ഒക്കെ കുറച്ച് നേരത്തെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാരും കൂടെ ഷെയർ ഇട്ടിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകും. അങ്ങനെ അവിടുന്ന് അങ്ങനെ തന്നെയായിരുന്നു. സാന്ത്വനത്തിൽ നമ്മൾ ലാസ്റ്റ് ഷെഡ്യൂൾ കഴിയുമ്പോൾ നമുക്ക് പോകുന്നതിന്റെ വിഷമൊക്കെ ഉണ്ടായിട്ട് നമ്മളെല്ലാരും അടുപ്പിച്ച് ഓരോ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഓർഡർ ചെയ്യും. എന്നിട്ട് ഞങ്ങൾ എല്ലാരും പരസ്പരം ഷെയർ ചെയ്തിട്ട് കഴിക്കും. അടുപ്പിച്ച് തന്നെയായിരുന്നു പരിപാടി. ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫുഡാണ്. എന്റെ വീട് കോഴിക്കോടാണ്. അപ്പൊ പിന്നെ പറയണ്ട. അതെ, കുക്ക് ചെയ്യാൻ ഇഷ്ടമാണോ? അപ്പൊ കോഴിക്കോട് ഞാന് അത്യാവശ്യം കുക്ക് ചെയ്യും. അങ്ങനെ ഭയങ്കര ഇതൊന്നുമില്ല, എന്റെ സ്റ്റൈലിൽ കുക്ക് ചെയ്യുന്നൊക്കെ പറയില്ലേ. അതെ അതെ. അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമായി അല്ലേ? ഇപ്പൊ എങ്ങനെ പോകുന്നു ആഫ്റ്റർ മാരേജ് ലൈഫ് ഒക്കെ? ഞാൻ ആളെ അങ്ങനെ കാണാറില്ല അല്ലേ, ടെക്കിയാണെന്ന് തോന്നുന്നു. അതെ അതെ. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ ഈ ടൈറ്റ് ഷെഡ്യൂൾ കഴിഞ്ഞിട്ട്? ഞാൻ ബ്രേക്ക് സമയത്ത് മാത്രമേ കാണാറുള്ളൂ. എന്റെ കല്യാണം കഴിഞ്ഞ് 5ാമത്തെ 6ാമത്തെ ദിവസം ഞാൻ ഷൂട്ടിന് കയറിയ ഒരാളാണ്. ഹണിമൂണൊന്നും പോകാനേ പറ്റിയില്ല. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ആനിവേഴ്സറിന്റെ ടൈമിലാണ് ഞങ്ങള് ഹണിമൂൺ എന്ന പേരിൽ മാൽദീവ്സ് പോയത്. അത് ഭയങ്കര വൈറലായിരുന്നു, ഫോട്ടോസും വീഡിയോസും. അപ്പുവിന്റെ ഹണിമൂൺ എന്ന് പറഞ്ഞത് അപ്പോഴായിരുന്നു പോയത്. 1 year ആയിട്ടുണ്ട്. ആൾക്കൊരു പ്രത്യേകത എന്താന്ന് വെച്ചാല്, എന്റെ വർക്കിന് ഇപ്പൊ ഞാൻ ഇങ്ങനെ ഇപ്പൊ എനിക്കില്ല ടൈമില്ല എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കുന്ന ഒരാളാണ്. കാരണം എന്നെ ഇപ്പൊ ലൊക്കേഷനിൽ നമ്മൾ എന്റെ അടുത്ത് വിളിച്ചോ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുക അങ്ങനത്തെ ഒന്നുമല്ല. ആളും ബിസിയാണ്, എന്നാലും എന്നോട് പറയും എപ്പോഴാണ് ഫ്രീ. കാരണം നിന്റെ ഷൂട്ടിംഗ് അല്ലേ, അപ്പൊ എപ്പോഴാണ് ഫ്രീ ഒന്നും പറയാൻ പറ്റില്ല. ചില സമയത്ത് ഇടയ്ക്ക് ഗ്യാപ്പ് ഉണ്ടാവാ, ഏതെങ്കിലും സീൻ എടുത്തോടെ എന്തായിരിക്കും അത് എനിക്കല്ലേ അറിയാൻ പറ്റും. നീ എപ്പോഴാണോ ഫ്രീ ആകുന്ന അപ്പം എന്നെ വിളിച്ചാൽ മതി എന്ന് മാത്രമേ പറയാറുള്ളൂ. അതുകൊണ്ട് ഞാൻ ഭയങ്കര കല്യാണം കഴിഞ്ഞൊരു ഫീലൊന്നും ഇരിക്കുന്നില്ല ഇപ്പം. ഞാൻ ഭയങ്കര അത് ആ കാര്യത്തിൽ ഭയങ്കര സന്തോഷം. അതെ 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 അതെ. നമ്മള് വരുമ്പോ ഇറങ്ങി എന്ന് പറയാനും തിരിച്ചു വരുമ്പോ ഞാൻ വരുന്നു അങ്ങനെ മാത്രം പറഞ്ഞാലും കുഴപ്പമില്ല. ആൾ അങ്ങനത്തെ ഒരു ടെൻഷൻ എടുത്ത് തരുന്ന ഒരാളാണ്. എന്റെ വർക്കിന് ഭയങ്കര സപ്പോർട്ടീവ് ആണ്. എങ്ങനെയുണ്ട് ജാനകിനെ കണ്ടിട്ട്? എന്ത് പറഞ്ഞു ജാനകി കണ്ടിട്ട്? എന്നോട് പറഞ്ഞു ഇതുമായിട്ട് ഒരു മാച്ച് ഓപ്പോസിറ്റ് ക്യാരക്ടർ ആണെന്നല്ലേ? അതെ, ജാനകി ഭയങ്കര
നീ ഇങ്ങനെയല്ലല്ലോ ആൾക്ക് തീരെ ഇത് കാണുന്ന സമയത്ത് ഞാൻ അങ്ങനെയല്ല ഒരു ക്യാരക്ടർ അല്ല വെച്ചാൽ എപ്പോഴും അങ്ങനെയല്ലല്ലോ നമ്മള് റിയാലിറ്റി എന്നൊക്കെ പറയുമ്പോ അങ്ങനെയല്ലല്ലോ. അപ്പം അതിനടുത്ത് പറയും ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വഭാവമൊക്കെ എനിക്ക് ഉണ്ടല്ലോ. ഇവൻ ഈ ഒരു ജാനകി ഭയങ്കര പാവായിട്ട് പാവം മീൻസ് എല്ലാം എല്ലാം മനസ്സിലാക്കിയിട്ട് ഒരു കുടുംബത്തിലെ ഇങ്ങനെ അങ്ങനെ നിർത്താത്ത ആളല്ല കേട്ടോ ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞു എപ്പോഴും ഒരേപോലെ അങ്ങനെ ആയിരിക്കില്ല നമ്മളെ അത് ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് എന്റെ അടുത്ത് പറഞ്ഞു നല്ല മാറ്റമുണ്ട് ഒരു ക്യാരക്ടർ. സാന്ത്വനത്തിൽ അപ്പു ആണോ അപ്പൊ റിയൽ ലൈഫില്? അപ്പുവിന്റെ ഫുൾ അപ്പു അല്ല, എന്നാലും എവിടെയൊക്കെ അപ്പുണ്ട്. എന്താ പറയാ ഏതാണെന്ന് എടുത്ത് പറയാൻ എനിക്കിപ്പം പെട്ടെന്ന് കിട്ടുന്നില്ല ഫുള്ള്. പക്ഷെ അപ്പുവില് എനിക്ക് എവിടേക്കോ അപ്പുവായിട്ട് ഉണ്ട്. പക്ഷെ ഫുൾ അപ്പു അല്ല, ഇടയ്ക്കുള്ള ഒന്നും മനസ്സിലാക്കാതെ ഇടയ്ക്കിടയ്ക്ക് റിയാക്ട് ചെയ്യുന്ന അങ്ങനത്തെ സ്വഭാവമൊന്നുമില്ല. എന്നാലും ആ കുസൃതി ഇതൊക്കെ പിണക്കങ്ങളൊക്കെ ഉണ്ട് ലൈഫിൽ. ഇടയ്ക്ക് ചെറിയ ചില കാര്യത്തിന് ഞാൻ പെട്ടെന്ന് പിണങ്ങും, പക്ഷെ പെട്ടെന്ന് ചെറിയ കാര്യത്തിൽ നല്ലോണം സന്തോഷിക്കും. അങ്ങനെയാണ് ഞാൻ ഭയങ്കര പിന്നെ സെൻസിറ്റീവ് ഒരാളാണ്. കരച്ചിൽ എന്ന് പറയുന്നത് എങ്ങനെ എല്ലാ കാര്യത്തിനും കരയില്ല, ചില കാര്യത്തിന് മാത്രമാണ്. അപ്പം എനിക്ക് തോന്നുന്നു അപ്പു കുറച്ച് അപ്പുവിന്റെ ക്യാരക്ടർ കുറച്ച് എന്നിലുണ്ട്. ജാനകി എന്ന് പറയുന്നതും ഫുൾ ജാനകി അല്ല, ചെറിയത് ജാനകിയും ഇത് മിക്സ് ആക്കി എടുക്കാം. മഞ്ഞത്തവളെ ഓർമ്മയുണ്ടോ? ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ അങ്ങനെ മഞ്ഞത്തവളേന്ന്? ഭാവനയെ കളിയാക്കുന്ന ഒരു സീൻ ലോലിപോപ്പില് റോമയുടെ ഒപ്പം ചേർന്ന്. അത് ഞാൻ സ്കൂൾ പഠിക്കുന്ന സമയത്ത് ചെയ്തതാണ്. അപ്പം ഞാൻ വിചാരിച്ചില്ല ആ ഒരു ക്യാരക്ടർ, ജസ്റ്റ് ഒന്ന് പോയതാണ് എറണാകുളത്ത് പോയപ്പം അവിടെ നിന്ന് അങ്ങനെ കണ്ടതാണ്. അപ്പൊ അവര് കണ്ട സമയത്ത് ഒരു ഇതിൽ വന്നിട്ട് ഇങ്ങനത്തെ ഒരു നിഷ എന്നാണ് ക്യാരക്ടർ നെയിം തോന്നും. അപ്പൊ ഞാൻ സ്കൂൾ പഠിക്കുന്നതായതുകൊണ്ട് എന്താ അറിയില്ല ഇത്ര മുടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ചെയ്തതാണ്. കൊറേ വർഷങ്ങളായില്ലേ. അപ്പൊ എന്തെങ്കിലും ഒരു ഓർമ്മ ആ ഒരു ഡ്രൈവ് ചെയ്തു. ഇവരെല്ലാരും കൂടെ അവരൊക്കെ നമ്മള് ചെറുപ്പത്തിലേ കണ്ടിട്ട് ഇങ്ങനെ ഭയങ്കര ചാക്കോച്ചനെ കാണാം. അതെ അതെ അതെ, അവരെ കൂടെ നേരെ ഓപ്പോസിറ്റ് ഇരുന്ന് ഇങ്ങനെ ഇരിക്കുമ്പോക്കെ വാവ് സൂപ്പർ, നല്ലൊരു എക്സ്പീരിയൻസ് ആണല്ലോ ഇത്രയും വലിയ സീനിയർ ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ. അത് മാത്രമേ ഉള്ളൂ, ഒരുപാട് ഓർമ്മകളൊന്നുമില്ല. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ചെയ്തതാണ്. നമ്മുടെ കൂടെ ഒരാളുണ്ട്, രാജീവേട്ടനെ പറ്റി ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ, ഞാൻ ആളെ കാണിച്ചു തരാം. ഹായ്, ഹലോ ബാലേട്ടാ. ബാലേട്ടനെ പറ്റി ഞാൻ ഡീറ്റെയിൽ ആയി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ബാലേട്ടനെ പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ബാലേട്ടൻ എങ്ങനെയാന്നൊക്കെ ചോദിച്ചു. കറക്റ്റ് സമയത്ത് അല്ലല്ല സത്യം അതല്ല. കഴിഞ്ഞ ദിവസം ഞങ്ങൾ വാട്സപ്പില് ഗ്രൂപ്പ് ഉണ്ടല്ലോ എനിക്ക് സാന്ത്വനത്തിൽ. അപ്പം ചേട്ടനെ ഇങ്ങനെ മിസ് ചെയ്തു, എല്ലാവരും മിസ് ചെയ്തു എന്നുള്ളൊരു വോയിസ് മെസ്സേജ് കിട്ടി. അത് കഴിഞ്ഞപ്പോ നമ്മൾ പെട്ടെന്ന് കാണാനും പറ്റി. സുഖമായിട്ടിരിക്കുന്നു. നമ്മുടെ സാന്ത്വനം എന്താ പറയാ, എല്ലാരും ചോദിക്കും. ഇപ്പോഴും സാന്ത്വനത്തിന്റെ മാത്രമേ ചോദിക്കുന്നുള്ളൂ, പുതിയ വർക്ക് ചെയ്തിട്ട് പോലും. എന്തോ അതെ അതെ, ചേച്ചിനോട് പറയണം വീണ്ടും നമുക്ക് നമ്മളെ ടീമിനെ എല്ലാരെയും ഒത്തുചേർത്തിട്ട് നമുക്ക് വീണ്ടും ഒരുമിക്കണം. പെട്ടെന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റട്ടെ. ബാലേട്ടനെ മിസ് ചെയ്യുന്നു, എല്ലാവരും മിസ് ചെയ്യുന്നു സാന്ത്വനത്തിലെ. ഓക്കെ ഓക്കെ ബൈ. നമ്മൾ പറഞ്ഞു നിർത്തിയത് ഉത്രേല പ്രേതം. ആ ഒരു സെറ്റിൽ പ്രേതമായിട്ട് അഭിനയിച്ചപ്പോൾ ഉണ്ടായ ആ ഒരു എന്താണ് ബിഗ് സ്ക്രീനിൽ കണ്ടപ്പോഴുള്ള അത് എന്താ വെച്ചാൽ എന്റെ കൂടെ അഭിനയിച്ച നമ്മുടെ മലയാളത്തിലെ നന്ദിനി, കരുമാടിക്കുട്ടല്ല നന്ദിനി, ആ ചേച്ചി ഒരു വലിയ റോള് ചെയ്തിട്ടുണ്ട് അല്ലേ? അതെ അതെ, കരുമാടി എത്രയോ സിനിമയില് ഹീറോയിനൊക്കെ ആയിട്ട് നമ്മളൊക്കെ കണ്ട്. കരുമാടിക്കുട്ടൊക്കെ എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ട് നമ്മൾ. അത്രയും ഒരു സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റ്, അവരെ കൂടെ ഒരു ലാസ്റ്റ് ക്ലൈമാക്സ് ആയിരുന്നു നമ്മൾ ഒരുമിച്ചിരുന്നുള്ള സീക്വൻസ് ഒക്കെ ഉണ്ടായിരുന്നുള്ളു. അപ്പൊ ഞാൻ അവരെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. നമ്മളിങ്ങനെ ടി വിയിലും മുമ്പേക്ക് ചെറുപ്പത്തിലൊക്കെ നമ്മൾ സിനിമ കാണുമ്പോൾ കണ്ട ആർട്ടിസ്റ്റുകളെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ പറയുമ്പോൾ നമുക്കത് ഭയങ്കര അനുഗ്രഹമായിട്ടാണ് തോന്നുന്നത്, അത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ്. അപ്പോൾ ചേച്ചിനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു എനിക്ക്, കാരണം ആളെ കൂടെ ചെയ്യാന്ന് പറയുന്നത്. നമ്മള് പ്രത്യേകിച്ച് മലയാളത്തിലാണല്ലോ നമ്മൾ കൂടുതൽ കണ്ടത്. അവർ തമിഴിലും ചെയ്തിട്ടുണ്ട്, എന്നാലും അവരുണ്ടാവും എന്നുള്ളതൊക്കെ ഒരു ഇതായിരുന്നു, സന്തോഷമുള്ള കാര്യമായിരുന്നു. അപ്പം
പ്രേതത്തിന്റെ കാണുമ്പോൾ എനിക്ക് ഒന്നാമത്തെ ഭയങ്കര പേടിയുള്ള ആളാട്ടോ. എനിക്ക് കഥകൾ ഭയങ്കര ഇഷ്ടം കേൾക്കാം, ഇങ്ങനെ പ്രേത കഥകൾ ഭയങ്കര ഇഷ്ടം കേൾക്കാം. ഞാൻ ഒക്കെ കേട്ടിരിക്കുകയും ചെയ്യും. രാത്രി എനിക്ക് ഉറക്കം ഉണ്ടാവില്ല. ഇത് ഓർത്തിരുന്ന് പേടിയായിരിക്കും. പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ശബ്ദം കേട്ട് അപ്പം ഞാൻ ടെൻഷൻ ആവും. അന്നാണെങ്കിൽ എൻ്റെ അടുത്ത് ആരെങ്കിലും കിടന്നാലേ പറ്റൂ, ലൈറ്റ് ഇടും, അങ്ങനെയൊക്കെയാണ്. അപ്പം അങ്ങനത്തെ ഒരാളാണ് ഈ ഒരു ക്യാരക്ടർ ചെയ്യുന്നത്. അതെ അതെ. അപ്പൊ എങ്ങനെയാ ആ ഒരു സമയത്ത് പ്രേതമായിട്ട് അഭിനയിച്ച ഇത്രയും പേര് ചുറ്റിലുണ്ടല്ലോ, അതിന്റെ ധൈര്യത്തിൽ? അതെ അതെ, അതിന്റെ ധൈര്യത്തിലും കൂടി ചെയ്തു. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടം, തമിഴ് ചെയ്തപ്പോ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു അവിടെയുള്ള ആൾക്കാരൊക്കെ. അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മലയാളികളെ. അതാ സെറ്റിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ നമുക്കൊരു വേറൊന്നുമില്ല, ഭയങ്കര ഇപ്പൊ എന്തെങ്കിലുമൊക്കെ നല്ല കാറ്റൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ഷൂട്ടൊക്കെ ചെയ്യുമ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, അവർ ഭയങ്കര കെയർ ചെയ്യും. അപ്പൊ അതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ എന്നാലും ഇടയ്ക്കുള്ള സീക്വൻസ് ഒക്കെ ഉണ്ടായിരുന്നു, കുറച്ച് നിലത്ത് ഇങ്ങനെ ഇരുന്നിട്ട് അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഞാനത് കാരണം ഇത്രയും പേര് നമുക്ക് വേണ്ടി ഇങ്ങനെ സെറ്റിൽ ഷൂട്ട് ചെയ്യാൻ നോക്കുമ്പോൾ നമുക്കതൊരു എഫേർട്ട് എന്ന് പറയുന്നത് ഇടാനൊക്കെ തോന്നുകയും ചെയ്യാം. അപ്പൊ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് നല്ല ഓർമ്മകൾ മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പൊ ബിഗ് സ്ക്രീനിൽ നിന്ന് മിനി സ്ക്രീനിലേക്കാണ് വന്നത്. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ അതെന്തായിരുന്നു സീരിയലിലേക്ക് അഭിനയിക്കാനായിട്ട് എത്തിയത്? അത് ഞാൻ ആഗ്രഹിച്ചത് കല്യാണം കഴിഞ്ഞിട്ട് മാരേജ് കഴിഞ്ഞതിന് ശേഷം സീരിയലിലേക്ക് വരാന്നുള്ളത്. കാരണം അതുവരെ വന്നിട്ട് ഇങ്ങനെ ചെയ്യാം. കാരണം പിന്നെന്താ പറയുക, നമ്മൾ നാട്ടിൽ തന്നെയായിരിക്കല്ലോ, ഇങ്ങനെ യാത്രകൾ പറയാൻ പറ്റില്ല. അപ്പൊ എൻ്റെ ഒരു മൈൻഡ് സെറ്റ് അങ്ങനെയായിരുന്നു. അപ്പൊ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. പക്ഷെ എൻ്റെ അച്ഛനൊരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം അച്ഛനൊരു 1 year അച്ഛൻ ബെഡിൽ തന്നെയായിരുന്നു. കശേരികളൊക്കെ പൊട്ടിയിട്ട്. അപ്പൊ അമ്മ കൂടെ തന്നെ വേണം. എൻ്റെ കൂടെ ഒരാളുണ്ടാവും എപ്പോഴും ഷൂട്ടിന് പോവുകയാണെങ്കിൽ. അപ്പൊ അമ്മയ്ക്ക് എൻ്റെ കൂടെ വരാൻ പറ്റില്ല, ഏട്ടന് എൻ്റെ കൂടെ വരാൻ പറ്റില്ല, കാരണം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അപ്പം അങ്ങനെ ഒരു 1 year ഇത്രയും ഒരു ഗ്യാപ്പ് വന്നു. ആ സമയത്ത് വന്ന വർക്ക് നമ്മളൊന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ വർക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കല്ലോ, ഒരു നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാലേ. അപ്പൊ ദൈവഭാഗ്യത്തിൽ ആ സമയത്തൊക്കെ എനിക്ക് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞപ്പോൾ വേറെ പ്രൊജക്ട് വന്നിരുന്നു. അപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റില്ല, കൂടെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒഴിവാക്കി, ഒറ്റയ്ക്ക് വിടില്ലായിരുന്നു അവർക്ക്. അതുകൊണ്ട് സിനിമയിൽ അതിൽ നിന്ന് ഞാൻ ഒരു 1 year എനിക്ക് 1.5 വർഷത്തോളം ഞാൻ അവിടെ നിന്നൊക്കെ മാറി. അങ്ങനെ അപ്പൊ ഒരു മെന്റലി ഭയങ്കര അതൊക്കെയായിരുന്നു. പിന്നെ ഒരു മാരേജ് നോക്കണം എന്നുള്ള ഒരു സംഭവങ്ങളൊക്കെ വരാൻ തുടങ്ങി. കുടുംബമായിട്ട് ജീവിക്കണം അങ്ങനെയുള്ള ഒരു മാറ്റം എന്റെ മനസ്സിൽ എന്ന് പറയുന്നത് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മളിപ്പോ തമിഴ് ചെയ്തെങ്കിലും ഇപ്പൊ കുടുംബമായാലും എല്ലാ ആൾക്കാരും നമ്മൾ പറയുമ്പോൾ നാട്ടിലൊക്കെ ഒരു ഫംഗ്ഷന് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം ഇവൻ ഏതൊക്കെ സിനിമ ചെയ്തു തമിഴിൽ. ഇപ്പൊ മലയാളികൾ എന്ന് വെച്ചാൽ എല്ലാ തമിഴ് സിനിമ കാണണമെന്നില്ല. അപ്പം അന്ന് തൊട്ട് ഞാൻ പിന്നെ ഒരു ഫംഗ്ഷൻസ് ഒക്കെ പോകുന്ന നിർത്തി, സ്റ്റോപ്പ് ചെയ്തു. ഇനി ഞാൻ മലയാളത്തിൽ എപ്പോഴാണോ റീച്ച്, എപ്പോഴാണോ എന്നെ തിരിച്ചറിയുന്ന ഒരു ടൈം കിട്ടുന്നത് അതിനുശേഷം മാത്രമേ ഇങ്ങനത്തെ ഫംഗ്ഷനൊക്കെ ഏറ്റെടുക്കുന്നുള്ളത് ഞാൻ അന്ന് തീരുമാനമെടുത്താണ്. അത് തീരുമാനമെടുത്ത് പോയി കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വന്നത്. അപ്പം മലയാളത്തിൽ അപ്പം ഞാനിങ്ങനെ സ്റ്റെക്ക് ആയിട്ടിരിക്കുമ്പോൾ ഇവർ കല്യാണം നോക്കി. അപ്പൊ കല്യാണത്തിന് മുമ്പ് എനിക്ക് എന്തായാലും എൻ്റെ മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു, എല്ലാവരും എന്നെ തിരിച്ചറിഞ്ഞിട്ട് എൻ്റെ നാട്ടിലെ ആൾക്കാരും അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ലൈവായിട്ട് ചെയ്യാറുണ്ട്. അല്ലാണ്ട് ഞാൻ മദ്രാസിലാണല്ലോ അധികം ഷൂട്ട് നടക്കുക, തമിഴ് പ്രൊജക്റ്റ് ഒക്കെ. അപ്പൊ അത് അറിയിച്ചിട്ടേ എന്നുള്ളൊരു തീരുമാനം ഉണ്ടായിരുന്നു മനസ്സിൽ. അത് ഇവരുടെ അടുത്ത് എല്ലായിടത്തും ഷെയർ ചെയ്ത് എല്ലാരെയും അംഗീകരിപ്പിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, അതിൽ നിന്നും അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ എന്ത് പറഞ്ഞാലും കല്യാണം കഴിക്കത്തില്ല. അപ്പൊ ഇനി കല്യാണം കഴിക്കണമെങ്കിൽ ഒന്നെങ്കിൽ ഇത്, ഇല്ലെങ്കിൽ എങ്ങനെ പോകും നോക്കാം, കുറച്ചുകൂടെ വർഷം, അങ്ങനെയൊക്കെ തീരുമാനിച്ചു. അപ്പൊ കുടുംബക്കാര് ഇവരൊക്കെ കുറച്ച് പേരൊക്കെ വന്നിട്ട്, അയ്യോ അതിങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇരുന്നിട്ടൊന്നും കാര്യമില്ല, അച്ഛൻ ഇങ്ങനെ അതൊക്കെ പറ്റില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ കുറെ ഡയലോഗൊക്കെ ആയിട്ട് കുറച്ച് പേര് വന്നു. അപ്പോഴാണ് എനിക്കൊരു സിനിമേന്റെ പരിചയമുള്ളവര്, ഒരു സിനിമേന്റെ വെച്ചിട്ട് നമ്മൾ മീറ്റ് ചെയ്തൊരു അവര് ഇതിന്റെ ക്രിയേറ്റീവ് ഡയറക്ടറായിരുന്നു. സൂര്യയിലാണ് ഫസ്റ്റ് പ്രൊജക്ട് സീരിയൽ. അപ്പൊ ആ പ്രൊജക്റ്റിലേക്ക് എന്നെ അവരിങ്ങനെ വിളിച്ചു, നമുക്ക് പറക്കം മുന്തിരിത്തോപ്പ് സിനിമയുടെ സംഭവമാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അത്രയും ഇഷ്ടപ്പെട്ട സിനിമയാണ് നമുക്ക് പറക്കാം, ലാലേട്ടന്റെയും മൂവി. അപ്പൊ അങ്ങനത്തെ ഒരു ക്യാരക്ടർ വന്നപ്പോ ഞാൻ പിന്നെ വേറെ ഒന്നും നോക്കില്ല, എനിക്ക് എങ്ങനെയും മുങ്ങണം അവിടെ നിന്ന്, വീട്ടിൽ നിന്ന് മുങ്ങണം. അപ്പൊ വീട്ടിൽ നിന്ന് മുങ്ങാനും കുറച്ച് തിരക്കായിരിക്കണം, കുറച്ച് ഗ്യാപ്പ് ഇട്ടാൽ നമുക്ക് എന്തായാലും നല്ല ഗ്യാപ്പ് ഉണ്ട് ഒരു പ്രൊജക്ട് വരാൻ. അപ്പൊ കോവിഡിന്റെ ഇഷ്യൂസ് ആണ്, അപ്പൊ എന്തായാലും വരും. അപ്പൊ ഇനി അതൊന്നും നോക്കണ്ട, എന്റെ മറ്റേ തീരുമാനങ്ങളൊക്കെ കഴിഞ്ഞു, മാരേജിന് ശേഷം സീരിയൽ അത് വേണ്ട, ഒരു ആർട്ടിസ്റ്റ് അല്ലേ, അപ്പൊ എന്താണ് വരുന്നത് ആ അവസരം സന്തോഷത്തോടെ സ്വീകരിച്ച് ചെയ്യാന്നുള്ളത്. നമുക്ക് വേറെ കംഫർട്ടബിൾ ബാക്കിയെല്ലാം ഓക്കെ ആണെങ്കിൽ ചെയ്യാന്നുള്ളത് മൈൻഡ് സെറ്റ് വന്നു. ഞാൻ അവിടുന്ന് ഓക്കെ പറഞ്ഞു. അപ്പൊ തന്നെ തമിഴ് ചെയ്തുകൊണ്ട് വേറെ നമ്മള് ജസ്റ്റ് പോയി കാണാനും അങ്ങനെയൊന്നും വേണ്ടി വന്നില്ല. ജസ്റ്റ് നമ്മളെ പ്രൊഫൈല് അവര് കണ്ടു, സൺ ടിവിയിലേക്ക് അയച്ചു കൊടുത്തു. നോക്കുമ്പോൾ ഞാൻ തമിഴ് പ്രൊജക്ട് ചെയ്ത ആർട്ടിസ്റ്റ് ഹീറോയിനായിട്ട് ചെയ്താണല്ലോ. അപ്പൊ പിന്നെ നേരെ അവര് ഓക്കെ പറഞ്ഞു. പിന്നെ നേരെ ഷൂട്ടിലേക്കാണ് പോകുന്നത്. ഫോണിലൂടെയാണ് ഒക്കെ സംസാരിച്ചത്, നേരെ ഷൂട്ടിലേക്ക് പോയതാണ്.
ആ സീരിയലാണ് ഫസ്റ്റ് സീരിയൽ. First serial. സീരിയലിലേക്ക് വരുന്നത് അതാണ്. നമുക്ക് പാർക്കാൻ മുന്തിരി അതെ അതെ, ഞാനിത് കല്യാണം കഴിക്കാതിരിക്കാൻ വേണ്ടിട്ടും കല്യാണം കഴിക്കാണ്ടിരിക്കാൻ മനഃപൂർവ്വം സീരിയൽ അതെ അതിപ്പോ നല്ല തിരക്കായിരിക്കണം. ഇതാകുമ്പോ സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഷെഡ്യൂൾ 30 ദിവസം ഷൂട്ട് ഉണ്ടായി, പിന്നെ കുറച്ച് ഗ്യാപ്പ് വന്നു, പിന്നെ ഇടയ്ക്ക് മാത്രമേ ഉണ്ടാവും നമുക്ക് പ്രൊജക്ട്. അപ്പൊ നല്ലൊരു ഗ്യാപ്പും ഉണ്ടാവും, ആ സമയത്ത് മാത്രം ബിസിയാണ്. ഇതാകുമ്പോ എല്ലാ മാസവും ഇത്ര 1 to ഏതാണോ ഷെഡ്യൂൾ ഇടുന്ന ആ ഡേറ്റ് വരെ നമ്മൾ ഫ്രീ. പകുതി 10 days മാത്രമേ നമുക്ക് ഗ്യാപ്പ് ഒക്കെ ഉണ്ടാവും. തിരക്ക് സ്റ്റാർട്ടിങ്ങിലൊന്നും ഉണ്ടാവുകയില്ല. അപ്പൊ നല്ല തിരക്കായിരിക്കും ഡെയിലി. അപ്പൊ പക്ഷെ എനിക്ക് ചേഞ്ച് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് ടൈമിംഗ് ഒക്കെ വ്യത്യാസം ഉണ്ടല്ലോ. സീരിയൽ ടൈമിംഗ് ആയിരിക്കില്ല. രാവിലെ തൊട്ട് രാത്രി വരെ സീരിയലാണെങ്കിൽ 9:30 ആണെങ്കിൽ, സിനിമയാണെങ്കിൽ ഒരു ഇന്ന ടൈം വരെ ഉണ്ടാവും. അപ്പൊ അതും പിന്നെ ഇത് നമ്മളെപ്പോഴും തിരക്കായിരിക്കും സീരിയലിൽ വന്നിട്ട്. അങ്ങനെ ഇങ്ങനെ സിനിമയിൽ ഒരു ടൈം വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. എപ്പോഴും തിരക്ക് നമുക്ക് അടുത്ത സീൻ ചേഞ്ച് ഡ്രസ് ഇങ്ങനെ മാറിക്കൊണ്ടേ അതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ സ്റ്റാർട്ടിങ് ഒരു ഇതുണ്ടായിരുന്നു, തുടക്കല്ലേ. അപ്പൊ അതൊരു കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് ഇങ്ങനെ അഭിനയിക്കുക എന്ന് പറയുന്നത്, ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് സ്റ്റാർട്ടിങ്ങിലുള്ള പ്രശ്നങ്ങളൊക്കെ പിന്നെ ഞാൻ അഡ്ജസ്റ്റബിൾ ആയി. പിന്നെ ഏത് സാഹചര്യം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം എന്നാണ്. അങ്ങനെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോ അത് കഴിഞ്ഞ ഉടനെ വന്നതാണ് സാന്ത്വനം. എനിക്ക് സീരിയലിൽ നിന്ന് കോണ്ടാക്ട്സ് ഒന്നും ഇല്ല, ഒരു കോണ്ടാക്ട്സും ഇല്ല എനിക്ക് സീരിയലിലെ ആൾക്കാരായിട്ടൊന്നും. അത് മറ്റേ ഫസ്റ്റ് സീരിയൽ കഴിഞ്ഞെന്ന് അറിഞ്ഞപ്പോൾ കുറേ പല നമ്പറിൽ നിന്ന് ഓരോ ചാനലിലേക്ക് വിളിക്കുന്നുണ്ടായിരുന്നു. പുതിയ പ്രൊജക്റ്റ് ഉണ്ട്, നിങ്ങളെ കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഇങ്ങനെയാണ്. പക്ഷെ അപ്പൊ എനിക്ക് പെട്ടെന്ന് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റും അല്ലായിരുന്നു. കാരണം എനിക്ക് ബുദ്ധിമുട്ട്, അപ്പൊ കോവിഡിന്റെ ഇഷ്യൂ ഒക്കെ ഉണ്ട്, എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ സാന്ത്വനത്തിലേക്ക് വിളിച്ചു. സ്റ്റാർട്ടിങ് സാന്ത്വനത്തിലേക്ക് വിളിച്ചപ്പോൾ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. ഒന്നാമത്തെ വലിയ ടീം രജപുത്ര, ചിപ്പി ചേച്ചി, ഇവര് അതുണ്ട് പ്ലസ്. പക്ഷെ എനിക്ക് എന്താണെന്നറിയില്ല എന്തുകൊണ്ടാണ് ഞാൻ അപ്പൊ എനിക്ക് പെട്ടെന്ന് ഓക്കെ പറയാനൊക്കെ ഞാൻ മടിച്ചിരുന്നു. ഓക്കെ പറഞ്ഞ എന്തുകൊണ്ട് നന്നായി. അത് ഓക്കെ പറയാനുള്ള വേറൊരു കാരണം കൂടി ഉണ്ട്. അത് വിശ്വസിക്കുമെന്ന് അറിയില്ല, ഞാൻ പറയുമ്പോ ഇതൊരു നമുക്ക് നോക്കാം എന്താണെന്ന് നോക്കാം. ഞാൻ അന്നപ്പോ ഭയങ്കര പെട്ടെന്ന് ഇത് കഴിഞ്ഞ് എനിക്കൊരു ഇച്ചിരി അടുപ്പിച്ചടുപ്പിച്ച് ഇങ്ങനെ ഓടി നടക്കുന്ന ഇഷ്ടമല്ല, ഇച്ചിരി ഒരു റിലാക്സ് ആയിട്ട് അതൊക്കെ. അപ്പൊ ഇത് വന്നപ്പം ഒരു 2 ദിവസം കഴിഞ്ഞ് നിങ്ങൾ കയറണം എന്നുള്ള രീതിയിലൊക്കെ വർക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട്, നല്ലതാന്നൊക്കെ. അപ്പം നമ്മള് ടീമൊക്കെ അന്വേഷിക്കുമ്പോൾ നല്ല ടീം, സൂപ്പർ ടീമാണല്ലോ. ഇവരുടെ പ്രൊജക്ട് എല്ലാവരും വീട്ടിൽ നിന്നും കുടുംബം എല്ലാവരും പറയുന്നു ഇവരുടെ പ്രൊജക്ട് കിട്ടുകയാണെങ്കിൽ രജിസാർ ചിപ്പിച്ചിച്ചൊക്കെ പറയുന്നത് ഭയങ്കര നല്ലതാണല്ലോ എന്നൊക്കെ. അപ്പൊ അതൊക്കെ നല്ലതായിട്ട് തോന്നി. എന്തുകൊണ്ട് എന്റെ മൈൻഡ് സെറ്റ് എനിക്ക് പെട്ടെന്ന് ഓക്കെ പറയാൻ തോന്നാത്ത എനിക്ക് അറിയില്ല. അന്ന് ഭയങ്കര ഇതായിരുന്നു. ഞാൻ വേണ്ട അപ്പം പറയണ്ട, ഭയങ്കര കൺഫ്യൂഷനായി ഞാൻ ഇങ്ങനെ വട്ടായിട്ടിരിക്കുമ്പോൾ എല്ലാവരും എൻ്റെ ഏട്ടനും അച്ഛനും അമ്മയും എല്ലാവരും നിർബന്ധിച്ചുകൊണ്ടിരിക്കുക ചെയ്യണമെന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ ഞാൻ ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ചെയ്യണം. അപ്പൊ ഞാൻ എൻ്റെ ഒരു ചെന്നൈയിലൊരു ശ്യാമേട്ടനുണ്ട്, എനിക്ക് സിനിമയെ വഴി അറിയുന്ന ആളൊരു ജോത്സ്യനും ആളൊക്കെയാണ് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു ശ്യാമേട്ടൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചു വെക്കട്ടെ, അതിലെന്താ പറയുന്നത്, ആളിപ്പം ഓക്കെ ആണെങ്കിൽ ഞാൻ ഓക്കെ പറയാം എന്ന രീതിയിൽ. അപ്പൊ എനിക്ക് പേടി, ഇവര് ഫോൺ വിളിച്ച് ചെയ്തിട്ട് ഇവളിങ്ങനെയൊക്കെ പറയുന്നു ഓക്കെ പറയുന്നു പേടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇവർ ഫോണൊക്കെ അടുപ്പിച്ച് എനിക്ക് നിങ്ങളെ വിശ്വാസമില്ല ഞാൻ ചെയ്യണത് പറഞ്ഞു. അവര് ജെന്യുവനായിട്ട് അവർക്ക് എന്താ നോക്കിയിട്ട് പ്രാർത്ഥിച്ചിട്ട് എന്താണെന്നുള്ളത് പറഞ്ഞാൽ ഞാൻ ചെയ്യാന്നുള്ള രീതിയിലായി. അപ്പൊ ചേട്ടനെ വിളിച്ചു. ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ആയിട്ട് ഇരിക്കുകയാണ്, ഇത് ചെയ്യണോ എന്നുള്ള ചേട്ടനൊന്ന് നോക്കിയിട്ട് പറയോ, ഇപ്പോ പ്ലസ് ആണോ വരുന്നതൊന്ന് ജസ്റ്റ് ഒന്ന്. ഇത് പറഞ്ഞ എല്ലാവർക്കും വിശ്വസിക്കാൻ പറ്റില്ല, ഞാൻ എന്തെങ്കിലും ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറി എന്തെങ്കിലും എനിക്കറിയില്ല. അപ്പൊ എന്റെ മൈൻഡ് സെറ്റ് അങ്ങനെയായിരുന്നു. അങ്ങനെ ശ്യാമേട്ട ഓക്കെ പറയാം, 6 മണിയാകുമ്പോഴത്തേക്ക് എന്തോ പൂജ എന്തോ ഉണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞു മനസ്സിൽ നോ പറയായിരിക്കും. അത് ആള് പറഞ്ഞ പിന്നെ ഒന്നും ചോദ്യം പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, ഒന്നും ചോദിക്കരുത്, ആ ഡിസിഷൻ ആയിരിക്കും ഞാൻ. അപ്പൊ ആള് കഴിഞ്ഞപ്പോ എന്റെ അടുത്ത് പറഞ്ഞു രക്ഷ നീ ഒഴിവാക്കുകയേ ചെയ്യരുത്, ഇത് നീ ഓക്കെ പറയണം, ഇത് ഭയങ്കര പ്ലസ് ആയിട്ടാ ഇതിൽ കാണിക്കുന്നത് എന്നുള്ള രീതിയിൽ പറഞ്ഞു. അതുപോലെ സംഭവിച്ചു. ഞാൻ എന്റെ ഇപ്പൊ നമ്മളെ മലയാളികൾ എല്ലാ ആൾക്കാരും എന്നെ അറിയണം, തിരിച്ചറിയണം എന്ന് ഞാൻ തിരിച്ചറിയണം ഞാൻ ആഗ്രഹിച്ചത്. എന്റെ മനസ്സിൽ എന്താണ് എന്റെ വലിയൊരു ആഗ്രഹം, ആ ആഗ്രഹം സാന്ത്വനം എന്ന് പറഞ്ഞ പ്രൊജക്റ്റിലൂടെ തന്നു. അതെ, അത് അവര് വെച്ചതും എനിക്ക് ഭയങ്കര പ്ലസ് ആയി തോന്നുന്നു. അതാ പറഞ്ഞ അവരൊരു നിമിത്തായിരുന്നു എനിക്ക് ഓക്കെ പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ ഓക്കെ പറഞ്ഞു വിളിച്ച്.